നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നടുവേദന വരാറുണ്ടോ? ഇതൊരു ചെറിയ പ്രശ്നമല്ല, ഇത് ബോഡി കാണിക്കുന്ന ഒരു വാണിംഗ് ആണ്. ഇന്നത്തെ ലൈഫ് സ്റ്റൈല് കാരണം 10-7 പേർക്ക് നടുവേദന വരാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവിനൊരു സ്റ്റിഫ്നെസ് ഉണ്ടാകുക, ഒരുപാട് നേരം നിന്നാലോ ഇരുന്നാലോ നടുവേദന കൂടുക. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. തുടക്കത്തിൽ ചെറിയ വേദന മാത്രമേ നടുവിന് കാണത്തുള്ളൂ. അത് പോകുന്ന അനുസരിച്ച് ഡിസ്ക് പ്രശ്നം, നെർവ് കംപ്രഷൻ, കാലിലേക്ക് ഇറങ്ങുന്ന സയാറ്റിക് നെർവിന്റെ കംപ്രഷൻ ഒക്കെ ആകാൻ സാധ്യത കൂടുതലാണ്. സിമ്പിൾ ഹാബിറ്റ്സ് മാറ്റിയ വലിയ മാറ്റം കാണാം. എന്താണല്ലേ പറഞ്ഞു തരാം. ഒരുപാട് നേരം ഇരുന്നുകൊണ്ടുള്ള ജോലികൾ മാക്സിമം ഒഴിവാക്കുക. 10 മുതൽ 20 മിനിറ്റ് വരെ രാവിലെ നടക്കാൻ ശ്രമിക്കുക. ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഡെയിലി നിങ്ങൾ ചെയ്യാൻ നോക്കുക. പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നടുവേനയ്ക്കുള്ള എക്സസൈസുകൾ ചോദിച്ചിട്ട് കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു. അവർക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ പവർഫുൾ ആയിട്ടുള്ള എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ആദ്യത്തെ എക്സസൈസ് സൈഡ് ടു സൈഡ്. അപ്പൊ ആദ്യം നിങ്ങൾ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ എവിടെയെങ്കിലും ഇങ്ങനെ കാലിങ്ങനെ വെച്ചേക്കുന്ന പോലെ വെച്ചിട്ട് 2 സൈഡിലോട്ടും പതുക്കെ കൊണ്ടുവരാം. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മെല്ലെ നേരെ കൊണ്ടുവന്ന് പതുക്കെ ഓപ്പോസിറ്റ് സൈഡിൽ പതുക്കെ കൊണ്ടുവരാം. അവിടെയും ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. നേരെ കാല് പഴയതുപോലെ കൊണ്ടുവരാം. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ബാക്ക് സൈഡിലുള്ള പെയിൻ, ആ ഒരു സ്റ്റിഫ്നെസ് കുറച്ചെടുക്കാൻ നമ്മളെ സഹായിക്കും. അപ്പം രണ്ടാമത്തെ എക്സസൈസ് നീ ടു ചെസ്റ്റ്. ആദ്യം പഴയതുപോലെ കിടക്കുക. അതിനുശേഷം മുട്ട് മെല്ലെ മടക്കി നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മെല്ലെ കാല് റിമൂവ് ചെയ്യുക. ഓപ്പോസിറ്റ് കാലും ഇത് തന്നെ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ സ്റ്റിഫ്നെസ് കുറയും, ലോവർ ബാക്ക് സ്ട്രെച്ച് കിട്ടും, പെട്ടെന്നുണ്ടാകുന്ന വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യും. നല്ല പ്രായമുള്ളവർ, നല്ല വേദനയുള്ളവരൊക്കെ ഇത് മെല്ലെ ചെയ്താൽ മതി. ധൃതി കാണിച്ച് ചെയ്യരുത്, പതുക്കെ ചെയ്താൽ മതി. വേദനയുള്ള ഭാഗം, ഇപ്പൊ റൈറ്റിലാണെങ്കിൽ ആദ്യം റൈറ്റിലുള്ള മുട്ട് കൊണ്ടുവരിക. ലെഫ്റ്റ് ആണ് വേദന കൂടുതലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആദ്യം ചെയ്യുക. വേദനയുള്ള ഭാഗത്ത് മുൻതൂക്കം കൊടുക്കുക. അപ്പം മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ട് ബ്രിഡ്ജ്. ആദ്യം ഇങ്ങനെ നിവർന്ന് കിടക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മുടെ നടുവിന്റെ ഭാഗം മാത്രം പൊക്കി 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 5 സെക്കൻഡ് ശേഷം സാവധാനം താഴോട്ട് കൊണ്ടുവരിക. എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പം കോർ ഗ്ലൂട്ട് മസിൽ സ്ട്രോങ് ആവും, സ്പൈനിന് സപ്പോർട്ട് കിട്ടും, നടുവേദന റിക്കവർ ചെയ്തെടുക്കാൻ സ്പീഡായിരിക്കും. എക്സസൈസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പം ഈ 3 വ്യായാമങ്ങളും ഡെയിലി കുറഞ്ഞത് ഒരു 10 മിനിറ്റ് ചെയ്യുക. പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുത്ത് മാറാത്ത നടുവേദന പോലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. അപ്പം രോഗം വന്ന് ചികിത്സിച്ച് നല്ലത് വരാതെ നോക്കുന്നതാണ്.